വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ ഒരുപാട് ഡൗട്ട്സ് ചോദിച്ചു ഒത്തിരി ആൾക്കാർ കമ്മ്യൂണിറ്റിയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഡൗട്ട്സ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ പറഞ്ഞ കൂട്ട് സ്ട്രെച്ച് മാർക്ക് മാറാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിരുന്നോ, അല്ലെങ്കിൽ നന്നായിട്ട് അത് സ്ട്രെച്ച് മാർക്ക് മാറോ, ഒരുപാട് ഹെവി ആയിട്ടുള്ള ആളുകൾക്ക് അത് എങ്ങനെയാ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര നമ്മൾ ഉപയോഗിക്കണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാനതിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെവി ആയിട്ടുള്ള ആളുകള് കുറെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ മാറുള്ളൂ. കാരണം കുറച്ച് ഒരു 5-6 സ്ട്രെച്ച് മാർക്ക്, വളരെ ലൈറ്റ് ആയിട്ട് സ്ട്രെച്ച് മാർക്ക് ഉള്ള ആളുകൾക്ക് ഒരു 3 വട്ടം ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ലതായിട്ട് അത് മാറും, വളരെ ലൈറ്റ് ആയിട്ട് അത് മാറി കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഹെവി ആയിട്ടുള്ള ആളുകൾ ഒത്തിരി തവണ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാറി കിട്ടുള്ളൂ. വീണ്ടും 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 അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മാറി കിട്ടുള്ളൂ എന്ന് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ഒരു സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡൊക്കെ ആയതുകൊണ്ട് അത് എത്രത്തോളം നമുക്ക് ഇത് മാറാൻ സഹായിക്കും എന്നുള്ളൊരു സംശയമാണെന്ന് എനിക്കത് മനസ്സിലായി ചോദ്യം കേട്ടപ്പോ. അപ്പൊ പിന്നെ അത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെ അല്ലാതെ എന്തെങ്കിലും ഓയിൽമെന്റ്സോ ക്രീംസോ ഒക്കെ ഉണ്ടോ എന്ന് മാറാൻ. ഇത് ഇങ്ങനെ അല്ലാതെ ഓയിൽമെന്റ്സും ക്രീംസ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് ഏത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ പറയുന്ന പോലെ ഹെവി ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ച് സമയം എടുത്ത് തന്നെയാണ് കേട്ടോ മാറുള്ളൂ. അപ്പം ഇതിന് ഉപയോഗിക്കുന്ന ഓയിൽമെന്റ്സും ക്രീംസും ഒക്കെ ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നമ്മുടെ ടൈറ്റിലിന്റെ അടിയിൽ 5 പ്രോഡക്ട്സ് അല്ലെങ്കിൽ 6 പ്രോഡക്ട്സ് ടാഗ് എന്ന് ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്ട്സിലോട്ട് പോകാം. ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ടാഗ് പ്രൊഡക്ട്സ് കാണും. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇതിൽ ഞാൻ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ റെറ്റിനോയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓയിൽമെന്റ് ഉണ്ട്. അപ്പൊ എനിക്കിത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ് കേട്ടോ. ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ സ്ട്രെച്ച് മാർക്കിന്റെ ആ ഒരു സമയത്ത് ഈ ഒരു ആകുലതകൾ ഉണ്ടാവുമല്ലോ, ഇതിങ്ങനെ പോകുമ്പോൾ എനിക്ക് വളരെ ഒരുപാട് അങ്ങ് ഉണ്ടായിരുന്നില്ല, ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നപ്പോ ചോദിച്ചപ്പോൾ ഡോക്ടറായിട്ട് എനിക്ക് പറഞ്ഞു തന്നതാണ് ഈ ഒരു ക്രീമിന്റെ കാര്യം കേട്ടോ. അപ്പം മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിന്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തേക്കുക. നിങ്ങളുടെ സ്കിൻ ഏതാണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ അതിന് മാച്ച് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വാങ്ങാൻ കുഴപ്പമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലെ ഏത് റെറ്റിനോയിൽ വാങ്ങിക്കണം എന്നുള്ളത് കൺഫേം ചെയ്തതിനു ശേഷം മാത്രം വാങ്ങിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഉപയോഗിച്ചിരുന്നത് 0.05 ട്രെറ്റിൻ ഉള്ള ഓയിൽമെന്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് 0.05 ഉണ്ട്, 0.25 ഉണ്ട്, 0.02 ഉണ്ട്. അപ്പൊ ഇത്രത്തോളം ഒക്കെ ഞാനിത് കണ്ടിട്ടുണ്ട്. അതിൽ കൂടുതലോ അതിൽ കുറവോ ഉണ്ടോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ഈ 3 ട്രെറ്റിനോയിനാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ 3 എണ്ണത്തിൽ ട്രെറ്റിൻ അടങ്ങിയിട്ടുള്ള അളവാണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ ഇതില് നമുക്ക് മാച്ച് ആയിട്ടുള്ള ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് മാച്ച് ആയിട്ടുള്ളത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സ്ട്രെച്ച് മാർക്ക് മാറി കിട്ടും. അപ്പം ഇതിൽ നമ്മൾ മാച്ച് ആയിട്ടുള്ളത് നോക്കി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെച്ച് മാർക്ക് മാറി കിട്ടും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇത് നമ്മൾ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു സ്ട്രെച്ച് മാർക്ക് പോകുന്ന ആ ഒരു അവസ്ഥയ്ക്ക് കിട്ടിയാൽ നമ്മളിങ്ങനെ പീൽ ചെയ്ത് ജസ്റ്റ് ആ സ്ട്രെച്ച് മാർക്കിന്റെ അവിടെ ഇങ്ങനെ എടുക്കാൻ പറ്റും. അത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓയിൽമെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഈ ഓയിൽമെന്റ് അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്ന് വെച്ചാൽ ഒരുപാട് റേറ്റ് ഒന്നും ഇല്ല കേട്ടോ, നോർമൽ റേറ്റ് ഒക്കെ ഉള്ളൂ. പക്ഷെ എല്ലാവരും ഈ ഓയിൽമെന്റ് ഒന്നും വാങ്ങില്ലല്ലോ. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെയുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എളുപ്പത്തിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള കൂട്ടാണ് ഞാൻ ആ പറഞ്ഞത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് വളരെയധികം തന്നെ മാറ്റം കിട്ടുന്ന കാര്യം തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് വീട്ടിലുള്ളതാണ് അതെന്നുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് ഓൾട്ടർനേറ്റീവ് ഡിവൈസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും മാർക്ക് കിട്ടും, 100% കേട്ടോ. ആ കാര്യം ഞാൻ ഗ്യാരണ്ടി തരുന്നുണ്ട്. പിന്നെ ക്രീംസിന്റെ കാര്യമാണെങ്കിൽ നമുക്ക് മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സെറംസ് ഒക്കെ അവിടെ ആണെങ്കിലും യൂസ് ചെയ്യാം. വൈറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മൾ അവരുടെ സ്കിന്നിന് ലൈറ്റിനാവാനും, സ്കിൻ ലൈറ്റിനാവുമ്പോൾ തന്നെ സ്ട്രെച്ച് മാർക്കിന്റെ ആ ഒരു അളവ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കളർ ഡിം ആവും. അപ്പൊ നമുക്ക് കുറെ സ്ട്രെച്ച് മാർക്ക് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അപ്പൊ ഞാൻ അതൊക്കെ പ്രൊഡക്റ്റ് ടാഗിൽ കൊടുത്തേക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കുക. പിന്നെ ഈ റെറ്റിനോയിന്റെ കാര്യം മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഡോക്ടറിനെ ഒന്ന് ചോദിച്ചിട്ട് മാത്രം വാങ്ങിക്കാം. അതുപോലെ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ വാങ്ങിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന സ്കിൻ ടൈപ്പിൽ ഇന്ന റെറ്റിനോയിൽ യൂസ് ചെയ്താൽ മതി, റെറ്റിന് ഇത്ര അളവുള്ളത് യൂസ് ചെയ്താൽ മതി എന്ന് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയ ശേഷം നിങ്ങൾ വാങ്ങിച്ചോളൂ കേട്ടോ. എന്തായാലും റെറ്റിനോയിൽ ഈ പറഞ്ഞ ആക്നെ മാർക്സും അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സും നമ്മുടെ സ്ട്രെച്ച് മാർക്കും ഒക്കെ മാറാൻ വളരെ യൂസ് ചെയ്യുന്ന ഒരു ഓയിൽമെന്റ് ആണെന്ന് ഉറപ്പ് വരാട്ടോ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഡോക്ടറോട് ചോദിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ സ്കിന്നിന് എത്രത്തോളം നല്ലതാണെന്ന് ജസ്റ്റ് അവരൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ കുറച്ചും നല്ലതാണ്. എന്തായാലും അതിന് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഓയിൽമെന്റ് തന്നെയാണിത്. അപ്പൊ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഓയിൽമെന്റ് ആണ്. ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം. ഇതാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ എന്റെ സ്കിൻ ടൈപ്പിന് ഇതാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ഉണ്ടായിരുന്നത്. കാരണം എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നില്ല അളവ്. അപ്പം പിന്നെ എനിക്ക് വേറെ അലർജി പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് ഈ റെറ്റിനോയിൽ ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്കത് ഓക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ
ഇത് നമ്മൾ രാത്രിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഡേ ടൈമിൽ അപ്ലൈ ചെയ്യുന്നത് അത്ര നല്ലതൊന്നുമല്ല. ഇത് നമുക്ക് മുഖത്തൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ കേട്ടോ, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓയിന്റ്മെന്റ് ആണ്. അപ്പൊ ഡേ ടൈമിൽ അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴും ഡേ ടൈമിൽ ഇത് യൂസ് ചെയ്യരുത്. നൈറ്റിൽ മാത്രം ഇത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോ കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ സ്ട്രെച്ച് മാർക്കുള്ള ഏരിയയിലാണെങ്കിലും മുഖത്താണെങ്കിലും ഡാർക്ക് സ്പോട്ട്സ് പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ആ കാര്യങ്ങളൊക്കെ ഡോക്ടർ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. ഇത് നിങ്ങൾക്ക് തന്നെ കാരണം എന്റെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ നിങ്ങൾക്ക് വേറെ സംശയം വരാം, അപ്പോ ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ എങ്ങനെയാ ഈ കൂട്ട് ഉപയോഗിക്കേണ്ടി വന്നേ, അല്ലെങ്കിൽ ഈ കൂട്ട് ഇങ്ങനെ മാറുന്നത് എങ്ങനെ ഉറപ്പ് വന്നേന്ന് ചോദിക്കുമല്ലോ. അപ്പൊ അതിനുള്ള ആൻസർ ഞാൻ പറയാം. എനിക്ക് വളരെ ഡാർക്ക് കളറില് കുറച്ച് സ്ട്രെച്ച് മാർക്കും അതുപോലെ ലൈറ്റഡ് ആയിട്ട് കുറച്ച് സ്ട്രെച്ച് മാർക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഈ റെറ്റിനോയിൽ യൂസ് ചെയ്തപ്പോഴത്തേക്കും ഇതെല്ലാം എനിക്ക് ഡിമ്മായി വന്നു. നല്ല ഡാർക്കിനായിട്ടുള്ളതും ലൈറ്റിനായിട്ടുള്ളതും എല്ലാം വളരെ ലൈറ്റിനായിട്ട് കളർ കുറഞ്ഞു വന്നു. അതിൽ ഈ ഡാർക്ക് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ ഡാർക്ക് ആയിട്ട് ലൈറ്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന സ്ട്രെച്ച് മാർക്ക് എല്ലാം ഈ റെറ്റിനോയിൽ യൂസ് ചെയ്തപ്പോഴത്തേക്കും മാറി. അപ്പൊ ഈ ഡാർക്ക് ആയിട്ടുണ്ടായിരുന്നത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൂട്ട് ഉപയോഗിച്ചിരുന്നത്. അതായത് റെറ്റിനോയിൽ ഞാനൊരു 2 തവണയൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ ഈ ഓയിൽമെന്റ്. അതിനുശേഷം ഞാൻ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് എത്രത്തോളം മാറാൻ പറ്റും എന്നുള്ളത് നോക്കി കുറെ സെർച്ച് ചെയ്തതിനു ശേഷമാണ് എനിക്ക് ആ ഒരു പാക്ക് കിട്ടിയത്. അപ്പൊ അത് ഇതിന് തൊട്ട് മുമ്പ് ഇട്ടിരിക്കുന്ന വീഡിയോകളുടെ പാക്കാണ് കേട്ടോ. അത് നിങ്ങൾ ജസ്റ്റ് കാണാറുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതായത് നമുക്ക് നല്ലൊരു മാറ്റം തരുന്നത് തന്നെയാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവര് ഈ പറയുന്ന ഓയിൽമെന്റ്സ് ക്രീംസും യൂസ് ചെയ്യാം. നമുക്ക് സമയം എടുത്ത് പതുക്കെ മാറിയാൽ മതി. അല്ലെങ്കിൽ പൈസ ഒരുപാട് മുടക്കമൊന്നുമില്ല. വീട്ടിൽ തന്നെ സാധനങ്ങൾ വെച്ച് ചെയ്യാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ താഴെ ടാഗ് പ്രൊഡക്ട്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ടിപ്സും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.